വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ചാൽ വൻ തിരിച്ചടിയെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. ഗൾഫ് മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാൻ ലോക നേതാക്കളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ലെബനോണിലെ മുതിർന്ന ഹമാസ് കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുമായി ഇറാൻ രംഗത്ത് വരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയാണോ? തീർച്ചയായും, അതായത് ആണവ നിരാധീനം റെജിം ചേഞ്ച് എന്ന് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുക്കം ഹോർമസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യത്തിലേക്ക് ലഘൂകരിക്കപ്പെടുകയാണ് യുദ്ധത്തിന്റെ അടിസ്ഥാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന സൂചന ഇന്നലെ ഡൊണാൾഡ് ട്രംപ് തന്നിരുന്നു. പക്ഷേ ഇന്നലെ എന്തിന് പിന്മാറണം, അതായത് ഏതൊക്കെ ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചെന്ന കാര്യങ്ങളുമായി ഖത്തറും മറ്റു രാജ്യങ്ങളും ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രതിനിധികളുമായി സംസാരിച്ചത്. പക്ഷേ ഈ ഇറാന്റെ ഉപാധികൾ അത് കനത്ത ഉപാധികളാണ്. ആ ഉപാധികൾ നടപ്പിലാക്കിക്കൊണ്ട് യുദ്ധത്തിന് പിന്മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ട്രംപ് തുറന്നതോടെ സമാധാനത്തിന്റെ അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന പ്രതീതി ഏറെക്കുറെ ഇല്ലാതാകുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നെതാൻസിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ നെതാൻസിന് നേരെ ആക്രമണം ഉണ്ടായതിൽ കനത്ത രീതിയിലാണ് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഡിമോണ ആൻഡ് അറാദ. ഈ ഡിമോണ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആയുധപുരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വലിയ ആണവ പ്ലാന്റ് ഇസ്രായേലിനുണ്ട്. നേരത്തെയൊക്കെ ഇപ്പോൾ ആ ആണവ പ്ലാന്റ് ആണവ എനർജി അതായത് ഊർജ്ജവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നേരത്തെയൊക്കെ ആണവ ആയുധങ്ങൾ എന്നൊക്കെ കിംവദന്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഊഹാപോഹ വാർത്തകളൊക്കെ വന്ന ഇടം കൂടി ആ ഡിമോറയിലേക്കാണ് ഇന്നത്തെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ഉണ്ടായതും. നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അമേരിക്കയും ഇസ്രായേലും മാറി മാറി പറയും ഇറാന്റെ എല്ലാ മിസൈൽ ലോഞ്ചുകളും തകർത്ത് കളഞ്ഞു എന്നാണ്. പക്ഷേ ഈ മിസൈൽ ലോഞ്ചുകൾ തകർത്ത് കളഞ്ഞു, ഇറാനെ നിരായുധീകരിച്ചു എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലാണ് അതിന്റെ പരമാവധി എക്സ്റ്റൻഡിൽ ഇറാൻ ഇത്തരത്തിൽ വലിയ ആക്രമണം നടത്തുന്നത്. ഈ ഇസ്രായേലിന്റെ ഒക്കെ വലിയ അയൺ ഡോം അടക്കമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഡിമോറയിലും ഈ പറയുന്ന അറാദിലും വലിയ ആക്രമണം, മിസൈൽ ആക്രമണം, ഏതാണ്ട് 450 കിലോ സ്ഫോടക ശേഷിയുള്ള ആക്രമണമാണ് അവിടേക്ക് നടന്നത്. അവിടെ സിവിലിയൻസിനടക്കം വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. 100-ലേറെ പേർ ചികിത്സയിലാണ്. 10-ലേറെ പേരുടെ നില അതീവ ഗുരുതരമാണ്. അപ്പോൾ ഇറാൻ വലിയ രീതിയിൽ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ ടെഹ്റാൻ അടക്കമുള്ള വിവിധയിടങ്ങൾ തിരിച്ചും വലിയ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ സൗത്ത് പാർസിലെ ഗ്യാസ് ഫീൽഡിൽ ഇറാന്റെ ഗ്യാസ് ഫീൽഡിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കയ്ക്ക് താല്പര്യമില്ലായിട്ട് പോലും ആ ആക്രമണം നടത്തുന്നതിന് പിന്നാലെയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ ഒരു ഇന്റൻസിറ്റി മാറിയത്. അതൊരു വലിയ രീതിയിൽ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. സൗത്ത് പാർസ് ഒരു വലിയ സാമ്പത്തിക ആഘാതം ഇറാനെ വരുത്തിയതെങ്കിൽ ഇപ്പോൾ ആക്രമണത്തിൽ ട്രംപിന്റെ ഭീഷണി ഇൻഫ്രാസ്ട്രക്ചറൽ ഡിസ്ട്രക്ഷൻ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കും. നമുക്കറിയുന്ന പോലെ തന്നെ കരണ്ടും വൈദ്യുതിയും വെള്ളവും ഒക്കെ ഇല്ലാതാക്കില്ല ആ ജനങ്ങൾക്ക് ആ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ രീതിയിലുള്ള കോൺസിക്വൻസ് ഉണ്ടാകുക ആ ഘട്ടത്തിലാണ്. അങ്ങനെ ഒരു പ്രത്യാഘാതങ്ങളിലേക്ക് പ്രത്യാഘാതം ഉണ്ടാക്കാൻ അമേരിക്ക തുനിഞ്ഞിറങ്ങുമെന്ന ഒരു ഭീഷണിയാണ് ഈ പറഞ്ഞ അവസാനം ട്രംപ് ഉയർത്തുന്നത്. പക്ഷേ ആ ഭീഷണിക്ക് ഇറാന്റെ മറുപടി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കറിയുന്ന പോലെ തന്നെ GCC രാജ്യങ്ങളൊക്കെ ഇപ്പോൾ നിരന്തരം ഇറാൻ ആക്രമണം തുടരുകയാണ്. അമേരിക്കയിലും ഇസ്രായേലിലും സംയുക്തമായുള്ള എല്ലാവിധ ഊർജ്ജ സ്രോതസ്സുകളും ഇല്ലാതാക്കും. നമുക്കറിയുന്ന പോലെ GCC ഒക്കെ കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിവെള്ളം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായ കുടിവെള്ളം അടക്കം മുട്ടിക്കുന്ന രീതിയിലുള്ള ഭീഷണി ഇറാൻ ഉയർത്തിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിയുടെ പോർമുഖങ്ങൾ ഉണ്ടെങ്കിലും നിലവിൽ അത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചറൽ അറ്റാക്ക് ദമവന്ത് എന്ന് പറയുന്ന ഈ പറയുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യുതി നിലയത്തിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷേ അതേ ആക്ഷനിൽ അതേ ഇന്റൻസിറ്റിയിൽ തിരിച്ച് ഇറാന്റെ ഒരു റിട്ടാലിയേഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ റിട്ടാലിറ്ററി ആക്ഷൻ ഈ തിരിച്ചടി ഇപ്പോൾ GCC രാജ്യങ്ങൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമൊക്കെ കണ്ടതാണല്ലോ. അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ യുദ്ധം അധികകാലം നീണ്ടു നിൽക്കില്ല, സമാധാനം പുലരുന്നു എന്നൊക്കെയായിരുന്നു. അപ്പോൾ ആ വാക്കുകളൊക്കെ വെറും വാക്കുകളാണ്, പാഴ്വാക്കുകളാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഉപാധികൾ അത് സ്വീകരിക്കണം. നിലവിൽ അമേരിക്കക്കുള്ള ഉപാധി എന്ന് പറഞ്ഞാൽ റെജിം ചേഞ്ച് ആണ്. അത് ഒരിക്കലും നടപ്പിലാകില്ല എന്ന് ഇറാൻ പറഞ്ഞു. അങ്ങനെയാണ്. എന്നാൽ അതൊന്നും വേണ്ട, ഹോർമുസ് കടലിടുക്ക് തുറന്ന് യുദ്ധം അവസാനിപ്പിക്കാം എന്നൊരു സ്ഥിതിയിലേക്ക് ട്രംപ് എത്തിയപ്പോൾ ഈ പറയുന്ന ഇറാൻ ട്രംപിന് മുമ്പിൽ അമേരിക്ക മുന്നിൽ വെച്ച ഉപാധികൾ അല്പം കനത്തതാണ്. ആ ഉപാധികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ലോകരാജ്യമായി തന്നെ അല്ലെങ്കിൽ ലോക പോലീസായി കൊണ്ടാടുന്ന അമേരിക്കയ്ക്ക് വലിയ മോശം വരുത്തുന്ന കോട്ടം വരുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല. പക്ഷേ ഈ ട്രംപ് വിചാരിച്ച നമുക്ക് അറിയുന്ന പോലെ തന്നെ യുദ്ധം തുടങ്ങിയപ്പോൾ 4 ആഴ്ച കൊണ്ട് ഇറാനുമായി യുദ്ധം അവസാനിച്ച് അമേരിക്ക വിജയം നേടും, അവിടെ റെജിം ചേഞ്ച് ഉണ്ടാകുന്നൊക്കെ വലിയ കോൺഫറൻസിൽ പറഞ്ഞ ട്രംപിന് ഇപ്പോൾ ആ പഴയ ആത്മവിശ്വാസമില്ല. യുദ്ധം എങ്ങനെ അവസാനിപ്പിച്ചാൽ മതി എന്ന ഘട്ടത്തിലേക്ക് എത്തി. അതോടൊപ്പം തന്നെ നമുക്കറിയുന്ന പോലെ തന്നെ ഓപ്പറേഷൻ റെയർ ലോൺ അല്ലെങ്കിൽ എപ്പിക് ഫ്യൂരി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഈ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തുടക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ വലിയ ചെങ്ങാത്തം ഉണ്ടെങ്കിൽ ഈയിടെ ആയിട്ട് ആ ഒരു ചെങ്ങാത്തം കുറഞ്ഞു വരുന്നു. അമേരിക്കയുടെ പോലും സംസാരിക്കാതെ കൺസൾട്ട് ചെയ്യാതെ സൗത്ത് പാരീസിൽ ഗ്യാസ് ഫീൽഡിൽ ആക്രമണം നടത്തിയത് നമ്മൾ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിലും ആ വലിയ ഐക്യം നിലവിലില്ല. അതുകൊണ്ട് എത്രയും വേഗം അവസാനിപ്പിക്കുന്നത്. 2 മറ്റ് ലോകരാജ്യങ്ങൾ പൂർണ്ണമായ വിഷയത്തിലേക്ക് ഇടപെട്ട് തുടങ്ങുന്നുണ്ട്. കാരണം ഈ ക്രൂഡ് ഓയിൽ ബ്രന്റ് വില $180 മുകളിലേക്ക് എത്തുമെന്ന വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഹോർമുസ് കടലെടുക്കുന്ന സ്ട്രാറ്റജിക് പോയിന്റ് വെച്ച് ഇറാൻ വിലപേശുകയാണ്. ആ വിലപേശയിൽ എത്ര കാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ യുദ്ധം മുന്നോട്ട് പോയാൽ ഇവിടെ കൊച്ചിയിലിരിക്കുന്ന നമ്മളടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിന്റെ ഒരു ആഘാതം അതായത് ഗ്ലോബൽ കോൺസിക്വൻസ് ഏറി വരുന്നു എന്നാണ് അമൃത പറയുന്നത്. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു മുന്നറിയിപ്പൊക്കെ നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് സുഹൈൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ ലോകരാജ്യങ്ങൾ ഇടപെടേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണല്ലോ കരുതുന്നത്.
തീർച്ചയായും നമ്മുടെ മുമ്പിൽ പ്രാക്ടിക്കൽ ലെവൽ അത് വരുന്നില്ലെങ്കിലും പ്രായോഗിക തലത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലും യുദ്ധം ഉണ്ടാകുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് സമാധാനം കൊണ്ടുവരേണ്ട ഒരു ഓർഗനൈസേഷൻ യുണൈറ്റഡ് നാഷൻ ആണ്, UN ആണ്. പക്ഷേ UN നിന്ന് കഴിഞ്ഞ സമീപകാലത്ത് ഏതെങ്കിലും എടുത്ത് പറിച്ചു യുക്രൈൻ യുദ്ധമായിക്കോട്ടെ, ഈ പറയുന്ന പോലെയുള്ള ഒരുപാട് ഗസ ഇസ്രായേൽ ഇഷ്യൂ ആയിക്കോട്ടെ, ഇത്തരം വിഷയങ്ങളിലൊന്നും ക്രിയാത്മക ഇടപെടൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് അവസാനം ആശ്രയിക്കാൻ കഴിയുന്ന ഒരിടം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖത്തർ ആർട്ടിക്കിൾ 51 പ്രകാരം ഈ പറയുന്ന യുദ്ധത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാക്കണം യുഎന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം രണ്ടിടത്തും ഉണ്ടാകുന്ന സമാധാനത്തിന്റെ വിളി എവിടെ നിന്നെങ്കിലും ഉണ്ടായാലും പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകും. കാരണം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലേക്ക് അടക്കം വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഊർജ്ജ പ്രതിസന്ധി വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പിന്നോട്ട് വരേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഹോർമുസ് കടലിടുക്കിലടക്കം സൈനിക സഹായം വേണമെന്ന് അമേരിക്ക അടക്കം നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊക്കെ മുഖം തിരിച്ചിരുന്ന പല രാജ്യങ്ങളും ഏറ്റവും അടുക്കം UK ഒക്കെ ചെറിയ രീതിയിൽ സൈനിക കപ്പൽ അയക്കാമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. അതിനൊരു തയ്യാറെടുപ്പോടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു കരയുദ്ധത്തിലുള്ള പുറപ്പാടായിരിക്കില്ല. അതിനപ്പുറത്ത് ഹോർമുസ് കടലിടുക്ക് വഴി കാര്യങ്ങൾ പഴയതുപോലെ പുരോഗമിച്ചാൽ മാത്രമേ ലോക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. ഈ ക്രൂഡ് ഓയിൽ വിലയൊക്കെ ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങേയറ്റം താഴെയുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ പോലും ജീവ നിലവാരത്തെ പോലും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുമേറെ കുറെ കാലത്തേക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ പിന്നോട്ടില്ല എന്ന് ഇറാനും അമേരിക്കയും ഇസ്രായേലും ഉറച്ചു നിൽക്കുന്നു. ഒരു മാസം പിന്നിടുകയാണ് യുദ്ധത്തിലേക്ക്. അതായത് 4 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കുന്ന യുദ്ധം അതും കഴിഞ്ഞ ആഴ്ചകൾ മുന്നോട്ട് പോകുന്നതിന്റെ ആശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ട്. അമൃത സുഹേൽ, അതുപോലെ തന്നെ ഈ ഇറാന്റെ മുന്നറിയിപ്പ് അതുപോലെ തന്നെ പ്രതികരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ പലയിടങ്ങളിലും ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ പറയുന്നത് വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുന്നത് തുടരുകയാണെങ്കിൽ ഈ ഗൾഫ് മേഖലയിലെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുമെന്നാണല്ലോ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇത് കേട്ട് വെറുതെ ഇരിക്കുമെന്ന് കരുതാൻ കഴിയില്ലല്ലോ ഈ ഒരു ഘട്ടത്തിൽ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വലിയൊരു ശാന്തതയുടെ സ്വഭാവമാണ് GCC രാജ്യങ്ങൾ വെച്ചത്. അപലപിക്കുക മാത്രമാണ്. തിരിച്ചടിക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നില്ല എന്ന മുന്നറിയിപ്പോ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ ഇപ്പോൾ ഇല്ല എന്നൊരു സൂചനയാണ് കൊടുത്തത്. പക്ഷേ ഏറ്റവും ഒടുക്കം ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യ ഇറാന്റെ അവിടെയുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ രാജ്യത്ത് നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് ശക്തമായ ഒരു നയതന്ത്ര പ്രതികരണമാണ്. ആ പ്രതികരണത്തിന് അപ്പുറത്തേക്ക് തിരിച്ചു റിട്ടാലിയേഷനിലേക്ക് അല്ലെങ്കിൽ തിരിച്ചടിയിലേക്ക് കടക്കുമെന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ദമവന്തക്ക് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയാണ്, വൈദ്യുതി നിലയമാണ്. അവിടെയൊക്കെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായാൽ ഇറാൻ ഇരുട്ടിലേക്ക് പോകും. അപ്പോൾ പകരം അവർക്ക് തിരിച്ച് ചെയ്യാനാകുക GCC രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ ആക്രമണം നടത്തുക എന്നുള്ളത് മാത്രമാണ്. അത്തരത്തിലൊരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് മേൽ ഇത്തരത്തിലുള്ള GCC രാജ്യങ്ങൾ ഒരു സമ്മർദ്ദം ചെലുത്തും. കാരണം അമേരിക്ക സൈനികതാവളം കൊടുത്തതിന്റെ പേരിൽ, അമേരിക്കയുമായി ചങ്ങാത്തം കൊടുത്തതിന്റെ പേരിൽ ആ രാജ്യത്തിന്റെ പുരോഗതി പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറാൻ കടന്നു കഴിഞ്ഞാൽ അത് ഇറാനെതിരെയുള്ള തിരിച്ചടി എന്നതിലപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം GCC രാജ്യങ്ങൾ ഉണ്ടാകും. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന ആവശ്യം വരുന്ന ഉയരും. നിലവിൽ തിരിച്ചടിയുടെ സ്വരം ഈ പറഞ്ഞ GCC രാജ്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ തിരിച്ചടിക്കാൻ അവർ മടിക്കില്ല എന്ന് വേണം കരുതാൻ. കാരണം അതിന്റെ ആദ്യഘട്ട നടപടി എന്നോണമാണ് കനത്ത നയതന്ത്ര തിരിച്ചടിയിലേക്ക് സൗദി കടന്നത്. ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഈ പറഞ്ഞ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചയക്കുന്ന നടപടിയിലേക്കും സൗദി കടന്നിട്ടില്ല. ഒരു രാജ്യം യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നോടി ആദ്യം ചെയ്യുന്നത് യുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്ന രാജ്യത്ത് നയതന്ത്ര ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മടക്കി അയക്കുക എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് ഈ യുദ്ധത്തിന് ഒരു മാസം പിന്നിടുമ്പോൾ ആ ഘട്ടത്തിലേക്ക് സൗദി കടന്നിരിക്കുന്നത്. അത് ഒരു കടുത്ത സ്റ്റെപ്പാണ്, കടുത്തൊരു നടപടിയാണെന്ന് സംശയമില്ല. അതിനപ്പുറത്തേക്ക് സൈനികമായി തിരിച്ചറിയുന്ന കാര്യത്തിൽ നിലവിൽ സൂചനകൾ നൽകുന്നില്ല. പക്ഷേ അത് ഉണ്ടായേക്കില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. ശരി, സുഹേൽ മുഹമ്മദാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.